ഒരു മഹത്തായ സംസ്കാരം നിയമങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെടുന്നില്ല. ധാർമ്മിക ഉത്തരവാദിത്വമുള്ള മനുഷ്യരാലാണ് അത് രൂപം കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ഒരു സമൂഹത്തെ നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു മുത്തക്കിയെ നിർമ്മിക്കുന്നത്. ലാ റൈബ. റിസാല അപ്ഡേറ്റ്. EMA ആരിഫ് ബുഖാരി എഴുതുന്നു, ദാലിക്കൽ കിതാബ്, ഇത് ഗ്രന്ഥമാകുന്നു. ഭാഗം 2. ലാ റൈബ. സംശയത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇനി ചർച്ച. ശരിയായി ചിന്തിച്ചാൽ സംശയം ഉണ്ടാകേണ്ടതില്ല എന്ന് ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതൊരു ജ്ഞാനശാസ്ത്രപരമായ ആത്മവിശ്വാസമാണ്, എപ്പിസ്റ്റമോളജിക്കൽ കോൺഫിഡൻസ്. ഇവിടെ സംശയത്തെ നിരോധിക്കുന്നില്ല, മറിച്ച് സംശയത്തെ യുക്തിയിലൂടെ പരിഹരിക്കാൻ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു സൂറത്ത് കൊണ്ടുവരൂ എന്ന ഖുർആനിൻ്റെ വെല്ലുവിളി ഉണ്ടായത്. അവർ പറയുകയാണോ ഇത് അദ്ദേഹം കെട്ടിച്ചമച്ചതാണ് എന്ന്? അല്ല, അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ അവർ സത്യവാന്മാരാണെങ്കിൽ ഇതുപോലൊരു വചനം കൊണ്ടുവരട്ടെ. ഖുർആൻ 52 സൂറത്ത് 33-34. പറയുക, മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചുകൂടി ഈ ഖുർആനെ പോലൊന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചാലും അവർക്ക് അതുപോലൊന്ന് കൊണ്ടുവരാൻ കഴിയുകയില്ല. ഖുർആൻ 17:88. ഇവിടെ വെല്ലുവിളി മുഴുവൻ ഖുർആനെപ്പോലെ ഒന്നാണ്. അപ്പോൾ പറയുക, നിങ്ങൾ കഴിയുമെങ്കിൽ ഇതുപോലെയുള്ള 10 സൂറകൾ കൊണ്ടുവരുവിൻ. ഖുർആൻ 11:13. വെല്ലുവിളി 10 സൂറകൾ കൊണ്ടുവരാനായി ചുരുങ്ങുന്നു. എങ്കിൽ അതുപോലൊരു സൂറ കൊണ്ടുവരുവിൻ. ഖുർആൻ 10:38. വെല്ലുവിളി ഒരു സൂറ മാത്രമായി ചുരുങ്ങുന്നു. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതുപോലൊരു സൂറ കൊണ്ടുവരിക. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും കഴിയുകയുമില്ല. തീയെ സൂക്ഷിക്കുക. ഖുർആൻ 2:23-24. ഇവിടെ ഖുർആൻ നിങ്ങൾക്കതൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. സംവാദാത്മകമാവുക എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഇതൊരു സംവാദാത്മക നാഗരികതയുടെ ഉദ്ഘാടനമാണ്. ബൗദ്ധികമായി ഖുർആനെ മനസ്സിലാക്കാനുള്ള ക്ഷണമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. മനുഷ്യ സമൂഹത്തിൻ്റെ നിലവിലുള്ള ലോകവീക്ഷണങ്ങളെ മാറ്റണമെങ്കിൽ കേവല ഉപദേശങ്ങൾ പോരാ, മറിച്ച് അനുഭവവേദ്യമാകുന്ന തെളിവുകൾ വേണ്ടതുണ്ടല്ലോ. ഇവിടെ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഒരു സാംസ്കാരിക പരീക്ഷണമാണ്, കൾച്ചറൽ എക്സ്പെരിമെൻ്റ്. തങ്ങളുടെ കവിത്വത്തിലും സാഹിത്യത്തിലും അങ്ങേയറ്റം അഹങ്കരിച്ചിരുന്നൊരു സമൂഹത്തിൻ്റെ മുന്നിൽ അവർക്ക് പ്രാപ്യമായ വഴിയിലൂടെ തന്നെ വെല്ലുവിളി ഉയർത്തുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്ത് തങ്ങളുടെ പരമാവധി കഴിവ് ഉപയോഗിച്ച് ശ്രമിച്ചിട്ടും പരാജയപ്പെടുമ്പോൾ ആ പരാജയബോധം അവരെ ഒരു പുതിയ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നയിക്കുന്നു. ഖുർആൻ ഒരു ദിവ്യഗ്രന്ഥമാണെന്ന സത്യത്തിലേക്ക്. ആനുക്രമികമായി വന്ന ഈ ഖുർആനിക വെല്ലുവിളികളെ കേവലം ഒരു ഭാഷാപരമായ മത്സരം എന്ന നിലയിൽ കാണേണ്ടതല്ല. അങ്ങനെ വായിച്ചാൽ അതിൻ്റെ ആഴം നഷ്ടമാകും. ഇതൊരു പുതിയ വിജ്ഞാന സംവിധാനം, എപ്പിസ്റ്റമിക് ഓർഡർ, പഴയ സാമൂഹിക അധികാര ഘടനകളെ വെല്ലുവിളിക്കുന്ന ചരിത്ര സംഭവമാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ ജ്ഞാനചരിത്രത്തിൽ ഇത് അപൂർവമായൊരു സാമൂഹിക പരീക്ഷണമാണ്. ഒരു സംസ്കാരത്തിൻ്റെ മുഴുവൻ സാംസ്കാരിക മൂലധനത്തോടും കൾച്ചറൽ ക്യാപിറ്റൽ, അതിൻ്റെ അധികാരത്തോടും ജ്ഞാന വ്യവസ്ഥയോടും ഉന്നയിച്ച വെല്ലുവിളിയാണ്. അറേബ്യൻ സമൂഹം ഒരു വാചിക സംസ്കാരമായിരുന്നു. കവിതയാണ് അവരുടെ മാധ്യമം. കവിയാണ് ഗോത്രത്തിൻ്റെ ചരിത്രകാരനും പ്രചാരകനും രാഷ്ട്രീയ പ്രതിനിധിയും. ഒരു കവിയുടെ മികവ് ഒരു ഗോത്രത്തിൻ്റെ അഭിമാനമായിരുന്നു. അതിനാൽ ഭാഷ അവരുടെ സൗന്ദര്യത്തിൻ്റെ ഉപകരണം മാത്രമല്ല,
അധികാരത്തിൻ്റെ ഉപകരണവുമായിരുന്നു. അത്തരം സമൂഹത്തിലാണ് ഖുർആൻ അവതരിക്കുന്നത്. അത് നിലവിലുള്ള കവിതാ രീതികളെ അനുകരിച്ചില്ല. ഗദ്യവുമല്ല കവിതയുമല്ലാത്ത സവിശേഷ പ്രഭാഷണ രൂപം അവതരിപ്പിച്ചു. അങ്ങനെ ഖുർആൻ ഭാഷയുടെ നിയമങ്ങളെ തന്നെ പുനർനിർവചിച്ചു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ വെല്ലുവിളി ഭാഷയിലൂടെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഖുർആൻ്റെ ലക്ഷ്യം ഭാഷാപരമായ മേൽക്കോയ്മ സ്ഥാപിക്കലായിരുന്നില്ല. മനുഷ്യൻ സത്യം തിരിച്ചറിയുന്ന മാനദണ്ഡത്തെ മാറ്റിമറിക്കലായിരുന്നു. അതിനാൽ വെല്ലുവിളി ക്രമേണ ചുരുങ്ങുന്നു. ആദ്യം ഇതുപോലൊരു വചനം, പിന്നീട് മുഴുവൻ ഖുർആൻ, തുടർന്ന് 10 സൂറത്തുകൾ, അവസാനം ഒരു സൂറ. ഇത് എതിർവാദിയുടെ എല്ലാ ഒഴിവുകഴിവുകളും നീക്കം ചെയ്യുന്ന യുക്തിപരമായ മുന്നേറ്റമാണ്. ഒരു സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ പരിശോധിക്കാൻ ചിലപ്പോൾ അതിൻ്റെ പ്രതീകങ്ങളെ പരിശോധിക്കാറുണ്ടല്ലോ. ഖുർആൻ അതുതന്നെയാണ് ചെയ്തത്. അറബികൾക്ക് ഏറ്റവും വലിയ പ്രതീകം അവരുടെ ഭാഷയായിരുന്നു. അതിനെയാണ് ഖുർആൻ പരീക്ഷണ വിധേയമാക്കിയത്. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഇതാണെങ്കിൽ അതുപയോഗിച്ച് ഇതിന് സമാനമായതൊന്ന് സൃഷ്ടിക്കൂ എന്ന വെല്ലുവിളി ഒരു സംസ്കാരത്തിൻ്റെ ആത്മവിശ്വാസത്തോടുള്ള വെല്ലുവിളിയാണ്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഖുർആൻ ഒരിക്കലും ഫലപ്രയോഗത്തിലൂടെ വിശ്വാസം ആവശ്യപ്പെട്ടില്ല എന്നതാണ്. അത് വാദിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, തെളിവുകൾ അവതരിപ്പിക്കുന്നു, തുടർന്ന് ഒരു പൊതുപരീക്ഷണം പ്രഖ്യാപിക്കുന്നു. ഇത് ആധുനിക ശാസ്ത്രീയ ചിന്തയിലെ പരിശോധിക്കാവുന്ന അവകാശവാദം, ടെസ്റ്റബിൾ ക്ലെയിം എന്ന ആശയത്തോട് താരതമ്യം ചെയ്യാവുന്ന ബൗദ്ധിക സമീപനമാണ്. ഖുർആൻ വെല്ലുവിളിയിൽ മനുഷ്യരെ മാത്രമല്ല ജിന്നുകളെയും ഉൾപ്പെടുത്തുന്നു. മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചുകൂടിയാലും ഇതൊരു വിശാലമായ അലങ്കാര പ്രയോഗമാണ്. മനുഷ്യൻ സങ്കല്പിക്കുന്ന എല്ലാ ഭൗതിക ശക്തികളും ഒന്നിച്ചാലും ഈ വെല്ലുവിളിയെ മറികടക്കാനാവില്ല എന്ന പ്രഖ്യാപനമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, മനുഷ്യ സമൂഹം പരമാവധി ചിന്തിച്ചാൽ കഴിയുന്ന കൂട്ടായ ബുദ്ധിശേഷിയുടെ പരിധിയെ ഖുർആൻ ഇവിടെ അഭിമുഖീകരിക്കുന്നു. അവസാനമായി സൂറത്തുൽ ബഖറയിൽ ഖുർആൻ പറയുന്നു, നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇത് ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ഒരു ഗ്രന്ഥം സ്വന്തം വിമർശകർക്ക് മുമ്പിൽ നൂറ്റാണ്ടുകളോളം തുറന്നുവച്ച വെല്ലുവിളി അതിൻ്റെ ചരിത്ര ധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും പ്രകടമാക്കുന്നു. ലോക ചരിത്രത്തിൽ ഒരു ഗ്രന്ഥത്തിനും ഇത്തരമൊരു പ്രഖ്യാപനം നടത്താൻ ധൈര്യമുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഖുർആന്റെ വെല്ലുവിളി മനുഷ്യൻ്റെ ജ്ഞാനം, സംസ്കാരം, അധികാരം, സത്യബോധം എന്നിവ പുനഃക്രമീകരിക്കാൻ ശ്രമിച്ച ഒരു ആഗോള ബൗദ്ധിക പ്രഖ്യാപനമാണ്. ഈ വെല്ലുവിളി 7-ാം നൂറ്റാണ്ടിലെ മക്കയിലെ ഖുറൈശികൾക്കു മാത്രമല്ല, ഭാഷയും ജ്ഞാനവും സംസ്കാരവും സത്യവും സംബന്ധിച്ച് ചിന്തിക്കുന്ന എല്ലാ കാലത്തെയും മനുഷ്യരോടുമാണ് അഭിമുഖീകരിക്കുന്നത്. ഹുദല്ലിൽ മുത്തഖീൻ, നേർവഴിയും മനുഷ്യബോധവുമാണ് അടുത്ത വിഷയം. സന്മാർഗം അഥവാ ഹുദ എന്ന ആശയത്തെക്കുറിച്ചുള്ള മതപരമായ വ്യാഖ്യാനങ്ങൾക്ക് വലിയൊരു മാനവിക തലം കൂടിയുണ്ടെന്ന് മനസ്സിലാക്കാം. കേവലമൊരു വഴികാട്ടൽ എന്നതിനപ്പുറം മനുഷ്യൻ്റെ ആന്തരികാവസ്ഥയും സന്ദേശങ്ങളുടെ സ്വീകാര്യതയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് ഈ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന സന്ദേശങ്ങൾ പൊതുവായി എല്ലാവർക്കും വേണ്ടിയുള്ളതാണെങ്കിലും അതിൽ നിന്ന് യഥാർത്ഥ ഗുണം ലഭിക്കുന്നത് സ്വന്തം യുക്തിയെയും ചിന്തയെയും ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ്. ഒരു വിത്ത് മുളക്കാൻ നല്ല മണ്ണ് ആവശ്യമായതുപോലെ ഉന്നതമായ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ മനുഷ്യൻ തൻ്റെ മനസ്സിനെയും ബോധത്തെയും പാകപ്പെടുത്തേണ്ടതുണ്ട്. ആത്മീയത എന്നത് ബാഹ്യമായ ചില ആചാരങ്ങൾ മാത്രമല്ല, മറിച്ച് മനുഷ്യൻ നടത്തുന്ന ആന്തരികവും ബൗദ്ധികവുമായൊരു പ്രയാണമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ഭക്ഷണം പോഷകമായി മാറുകയുള്ളൂ. രോഗബാധിതമായ ശരീരത്തിൽ അത് വിപരീത ഫലമുണ്ടാക്കാം. ഇതേ യുക്തി തന്നെയാണ്
ധാർമ്മിക മൂല്യങ്ങളുടെ കാര്യത്തിലുമുള്ളത്. നന്മയെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം മനസ്സിനെ പാകപ്പെടുത്താത്ത അതിക്രമികൾക്ക് ഉദാത്തമായ സന്ദേശങ്ങൾ പോലും ഗുണം ചെയ്യില്ല. ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികവും ധാർമ്മികവുമായ പക്വതയ്ക്കനുസരിച്ചാണ് മാത്രമേ ഏത് വലിയ തത്വശാസ്ത്രവും അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കൂ എന്ന നരവംശാസ്ത്രപരമായ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ചുരുക്കത്തിൽ, സന്മാർഗം എന്നത് മനുഷ്യനിൽ ബാഹ്യമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നല്ല. അത് മനുഷ്യൻ തൻ്റെ യുക്തിയും ധാർമ്മിക ബോധവും ഉപയോഗിച്ച് സ്വയം നേടിയെടുക്കേണ്ട ഒന്നാണ്. ഒരു ജനതയുടെ സാംസ്കാരികമായ ഉണർവും ചിന്താശേഷിയും ഒത്തുചേരുമ്പോൾ മാത്രമേ ഏതൊരു ഉന്നത ആശയത്തിനും സമൂഹത്തിൽ ഗുണപരമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കൂ എന്ന വലിയൊരു മാനവിക പാഠമാണ് ഇതിലുള്ളത്. ഒരു സൂര്യൻ എല്ലാവർക്കും ഒരുപോലെ പ്രകാശം നൽകുന്നു. എന്നാൽ ജനൽ അടച്ചിരിക്കുന്ന വീട്ടിലേക്ക് ആ പ്രകാശം കടക്കുകയില്ല. സൂര്യന് പക്ഷപാതമില്ല. പ്രശ്നം ജനലിൻ്റെ അവസ്ഥയിലാണ്. അതുപോലെ ഖുർആന്റെ പ്രകാശം മുഴുവൻ മനുഷ്യരാശിക്കായാണ്. എന്നാൽ അതിൻ്റെ വെളിച്ചം ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ഹൃദയം തുറന്നു വെച്ചവരിലാണ്. ഇവിടെയാണ് തഖ്വ എന്ന ആശയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തെളിയുന്നത്. തഖ്വ എന്നത് വെറും ഭയമല്ല, സത്യത്തോടുള്ള ഉത്തരവാദിത്ത ബോധമാണ്. അഹങ്കാരത്തെ നിയന്ത്രിക്കാനുള്ള ആത്മസജ്ജതയാണ്. തെറ്റ് മനസ്സിലായാൽ തിരുത്താനുള്ള വിനയമാണ്. സ്വാർത്ഥതയുടെ മറകൾ മാറ്റി സത്യത്തെ സ്വീകരിക്കാനുള്ള ധൈര്യമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ആദ്യം മുത്തഖിയെ ലക്ഷ്യമിടുന്നു. ഇവിടെ സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറായ മനസ്സിനെ കൂടുതൽ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ഒരേ പാഠം എല്ലാവരെയും പഠിപ്പിക്കുന്നു. എല്ലാവരും ഒരേ വാക്കുകൾ കേൾക്കുന്നു. എന്നാൽ എല്ലാവരും ഒരേ അറിവോടെ പുറത്തു വരുന്നില്ല. പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥിയാണ് അതിൽ നിന്ന് വളരുന്നത്. അതുകൊണ്ട് പാഠപുസ്തകം അവന് കൂടുതൽ പ്രയോജനകരമാകുന്നു. പുസ്തകം മറ്റുള്ളവർക്കല്ല എന്നതുകൊണ്ടല്ല, സ്വീകരിക്കാൻ തയ്യാറായ മനസ്സിലാണ് അതിൻ്റെ ഫലം ഏറ്റവും വ്യക്തമായി പ്രകടമാകുന്നത്. ഖുർആന്റെ ഹുദല്ലിൽ മുത്തഖീൻ എന്ന പ്രയോഗം ഇതേ മനുഷ്യശാസ്ത്ര സത്യമാണ് പഠിപ്പിക്കുന്നത്. മനഃശാസ്ത്രവും ഇതിനെ പിന്തുണക്കുന്നു. മനുഷ്യർ പലപ്പോഴും തെളിവുകളുടെ അഭാവം കൊണ്ടല്ല സത്യം നിഷേധിക്കുന്നത്, മറിച്ച് മുൻവിധികൾ, അഹങ്കാരം, സാമൂഹിക സമ്മർദ്ദം, സ്വാർത്ഥത, അധികാരലോലുപത എന്നിവയാണ് അവനെ സത്യത്തിൽ നിന്ന് അകറ്റുന്നത്. ഖുർആൻ ഇത്തരം ആന്തരിക തടസ്സങ്ങളെ പല പേരുകളിൽ വിശേഷിപ്പിക്കുന്നു. കിബർ, ഹവ, കസ്വത്തുൽ ഖൽഖ്, ഖത്മുൽ ഖൽഖ് ഇവയെ മറികടക്കുന്ന ആത്മീയ ജാഗ്രതയാണ് തഖ്വ. അതിനാലാണ് ഖുർആൻ മാർഗദർശനത്തെ വെറും വിവരമോ അറിവോ ആയി കാണാത്തത്. അതൊരു ബന്ധനമാണ്, അതൊരു ബന്ധമാണ്. ഗ്രന്ഥവും ഹൃദയവും തമ്മിലുള്ള ബന്ധം. ഹൃദയം തുറന്നാൽ വചനങ്ങൾ ജീവിക്കുന്നു. ഹൃദയം അടഞ്ഞാൽ അതേ വചനങ്ങൾ വെറും ശബ്ദങ്ങളായി മാറുന്നു. അതുകൊണ്ടാണ് ഖുർആൻ മറ്റൊരിടത്ത് ചിലരെക്കുറിച്ച് അല്ലാഹു അതിലൂടെ പലരെയും വഴികേടിലാക്കുകയും പലരെയും നേർവഴിയിലാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. ഖുർആൻ രണ്ടു തരം സന്ദേശം പറയുന്നത് കൊണ്ടല്ല അത്, മറിച്ച് സ്വീകരിക്കുന്ന മനസ്സുകളുടെ വ്യത്യാസമാണ് ഫലത്തെ വ്യത്യസ്തമാക്കുന്നത്. സമൂഹശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മഹത്തായ സംസ്കാരം നിയമങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെടുന്നില്ല. ധാർമ്മിക ഉത്തരവാദിത്വമുള്ള മനുഷ്യരാലാണ് അത് രൂപം കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ഒരു സമൂഹത്തെ നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു മുത്തഖിയെ നിർമ്മിക്കുന്നത്. നീതിയുള്ള സമൂഹത്തിൻ്റെ ആദ്യശില
വ്യക്തിയുടെ ഉള്ളിലെ ധാർമ്മിക ബോധമാണ്.